രാജ്യം ഉറ്റുനോക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പണ്ടത്തെ പോലെ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ അത്ര ഭദ്രമല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രത്യേകത. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എംപിമാരാണെന്ന് പറയുമ്പോൾ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം പോലുമില്ലാത്ത BJPക്ക് അങ്ങനെ ഉറപ്പു പറയാൻ കഴിയുന്നൊരു തെരഞ്ഞെടുപ്പല്ല ഇത്. ആ ചോദ്യമാണ്, ആ സംശയമാണ് ആശയും ആശങ്കയും രാജ്യത്ത് നൽകുന്നത്. ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അതിനിടയിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് മുന്നോടിയായി പാർലമെന്റ് സെൻട്രൽ ഹാളിൽ പ്രതിപക്ഷ എംപിമാർ ഇന്ന് യോഗം ചേരുമെന്ന് തീരുമാനിച്ചതോടെ പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നു. ഇന്ത്യ സഖ്യം എംപിമാർക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ രാത്രി അത്താഴ വിരുന്ന് ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് എംപിമാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡി എല്ലാ എംപിമാരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം പുറത്തിറക്കി. വലിയ ആത്മവിശ്വാസമാണ് അതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാജ്യസഭയെ സംവാദത്തിനുള്ളൊരു യഥാർത്ഥ വേദിയാക്കി മാറ്റുമെന്നും പാർലമെന്ററി സമിതികളെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമാക്കുമെന്നുമാണ് സുദർശൻ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. മൊത്തം നോക്കുമ്പോൾ BJP സഖ്യത്തിന് മുൻതൂക്കമുണ്ടെങ്കിലും പൂർണ്ണ സന്തോഷം അവർക്കും കൈവന്നിട്ടില്ല എന്നതാണ് സത്യം. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ എളുപ്പം ജയിക്കാമെന്ന ചിന്തയിലായിരുന്നു BJP ആദ്യം നിന്നത്. എന്നാൽ ദിനം പ്രതി അവരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേറ്റുകൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ടിങ്ങിൽ അട്ടിമറി നടക്കുമോ എന്ന് BJP ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം BJP സഖ്യത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം താങ്ങി നിർത്തുന്ന JDU ആ സഖ്യത്തിൽ നിന്നും പിന്മാറുന്നു എന്ന വാർത്തകളും ഇന്ന് പുറത്തു വരികയാണ്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. പാർലമെന്റിൽ ആകെ 783 എംപിമാരിൽ NDAക്ക് 422 പേരും പ്രതിപക്ഷത്ത് 320 പേരുമാണ് നിലവിലുള്ളത്. എന്നാൽ ബിജു ജനതാദൾ, BRS എന്നീ കക്ഷികൾ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പാർട്ടികൾ തത്വത്തിൽ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുമുണ്ട്. BJD, BRS എന്നീ കക്ഷികളിൽ നിന്നടക്കമുള്ള 18 എംപിമാർ നിലപാട് വ്യക്തമാക്കാത്തതിനാൽ ക്രോസ് വോട്ടിംഗ് നടക്കുമെന്നൊരു പ്രതീക്ഷയിലും ഇന്ത്യ മുന്നണി നിൽക്കുന്നു. പാർട്ടി നിലപാടുകളിൽ എംപിമാർ വോട്ട് ചെയ്താൽ ആകെയുള്ള 781 വോട്ടുകളിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് 439 വോട്ടും പ്രതിപക്ഷ സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡിക്ക് 324 വോട്ടുമാണ് കിട്ടേണ്ടത്. BJDയിലെ 7ഉം BRSലെ 4ഉം അകാലിദൾ, ZPM, TTP എന്നിവയിലെ ഓരോ എംപിമാരും 3 സ്വതന്ത്രരും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 7 എംപിമാരുടെ ഒഴിവുകളുണ്ട്. കൃത്യസമയത്ത് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് BJDയുടെ സസ്മിത് പത്രയും BRSന്റെ K. സുരേഷ് റെഡ്ഡിയും അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. YSR കോൺഗ്രസും പിന്തുണ വാഗ്ദാനം നൽകി കഴിഞ്ഞു. സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് ഹൈദരാബാദ് എംപിയും മജ്ലിസ് നേതാവുമായ അസുദ്ദീൻ ഒവൈസിയും അറിയിച്ചിട്ടുണ്ട്. രഹസ്യ വോട്ടെടുപ്പായതിനാൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമെന്ന് ഇരുപക്ഷവും കരുതുന്നു. JDU എങ്ങാനും മാറിയാൽ 15 എംപിമാരുടെ അടുത്ത് അവർക്കുണ്ട്. പ്രതിപക്ഷം പരാജയപ്പെട്ടാലും തോൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വോട്ടായിരിക്കും അവർക്ക് ലഭിക്കുക. നേരത്തെ 2022 ബൈരൺ സിംഗ് ഷെഖാവത്തിനെതിരെ സുശീൽ കുമാർ ഷിൻഡെ 305 വോട്ട് നേടിയതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ഇത്തവണ NDA സ്ഥാനാർത്ഥി 500 വോട്ട് മറികടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. 2022 തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നപ്പോൾ ജഗ്ദീപ് ധൻഖറിന് 528 വോട്ടും അദ്ദേഹത്തിൻ്റെ മുൻഗാമി വെങ്കയ്യ നായിഡുവിന് 516 വോട്ടുകളും ലഭിച്ചത് നമ്മൾക്കറിയാം. എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് BJP അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതും അവരുടെ ആശങ്ക വ്യക്തമാക്കുന്നതാണ്. 1997 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 46 വോട്ടുകളാണ് അസാധുവായി പോയത്. ഇതാണ് അസാധു വോട്ടിലെ റെക്കോർഡെന്നും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഭരിക്കുന്ന പാർട്ടി അത്ര പെട്ടെന്ന് തോൽക്കാനൊന്നും സാധ്യതയില്ല. അങ്ങനെ വോട്ടുകൾ മാറാനുള്ള സാധ്യതയും JDU കാലുവാരാനുള്ള സാധ്യതയും പലരും പിന്തുണ അറിയിക്കാത്തതും ഒക്കെ ആശങ്ക നൽകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വിരുന്നു നൽകുന്നു എന്ന് പറയുമ്പോൾ അത് BJP സഖ്യത്തിന് ഒരു ആശങ്ക തന്നെയാണ് നൽകുന്നത്.